തൃശൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് കേട്ടത്. പത്തനംതിട്ട അച്ചൻകോവിലാറ്റിൽ 2 വിദ്യാർത്ഥികളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ അജ്സൽ അജി, നബീൽ നിസാർ എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ടത്. വിദ്യാർത്ഥികൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സി കെ അബിലാലുണ്ട്. അബിലാൽ, നേരത്തെ നമ്മൾ നോക്കുമ്പോൾ അവിടെ പല വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അവിടുത്തെ പുഴയുടെ സ്വഭാവം ഇതൊക്കെ വെച്ച് ദുഷ്കരമായ ഒരു ഘട്ടത്തിലാണ് രക്ഷാപ്രവർത്തനം, അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത്. എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ അബിലാൽ? 2 മണിക്കൂർ സമയം പിന്നിട്ടിരിക്കുന്നു തിരച്ചിൽ ആരംഭിച്ചിട്ട്. ഇതുവരെ ആശ്വാസകരമായ ഇൻഫർമേഷൻ ഏതും ലഭ്യമാകുന്നില്ല. ഒരാഴ്ചയായി ആയിട്ടുള്ള തുടർച്ചയായി മഴ മാറി വെള്ളത്തിൻ്റെ നില ഒരല്പമെങ്കിലും താണിട്ട്, എന്നാൽ പോലും അച്ചൻകോവിലാറ്റിൽ ഭേദപ്പെട്ട അളവിൽ ഒഴുക്ക് നിലനിൽക്കുന്ന സ്ഥിതിയാണ്. ഇതിനിടെയാണ് ഉച്ചയ്ക്ക് 12:50 അപകടമുണ്ടാകുന്നത്. പത്തനംതിട്ട മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ പരീക്ഷയുടെ അവസാന ദിവസം അത് പൂർത്തിയാക്കിയ ശേഷം ഇവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു. 8 പേർ 9ാം ക്ലാസ്സിൽ തന്നെ വിവിധ ഡിവിഷനുകളിൽ പഠിക്കുന്ന 8 കുട്ടികളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അച്ചൻകോവിലാർ ഒഴുകുന്ന ഈ ഭാഗത്ത് കല്ലറക്കടവിൽ ഒരു തടയണയുണ്ട്. ആ തടയണയുടെ മുകളിൽ നിന്നും ഈ ഒരു കരയിൽ നിന്നും മറ്റൊരു കരയിലേക്ക് വിദ്യാർത്ഥികൾ നടന്നു നീങ്ങുകയായിരുന്നു. ഇതിനിടയിൽ മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അജ്സൽ അജി എന്ന 14 വയസ്സുകാരനാണ് വഴിക്കലിനെ തുടർന്ന് വെള്ളത്തിലേക്ക് വീണത്. ഇതിനിടയിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച അതേ ക്ലാസ്സിൽ തന്നെ 9ാം ക്ലാസ് B ഡിവിഷനിൽ പഠിക്കുന്ന നബീൽ നിസാം എന്ന കുട്ടിയാണ് ശ്രമം നടത്തിയത്. ചുരുക്കത്തിൽ 2 പേരും ഒഴുക്കിൽപ്പെടുകയും അങ്ങനെ ഉൾക്കയത്തിലേക്ക് അകപ്പെട്ടു പോവുകയുമാണ് ഉണ്ടായിരുന്നത്. ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ ഒരാൾ അച്ഛനെ വിളിച്ച് വിവരം പറയുകയും അദ്ദേഹം പോലീസിനും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനും വിവരം കൈമാറുകയാണ് ഉണ്ടായത്. ശേഷം സ്കൂൾ അധികൃതർക്കും വിവരം നൽകി. അങ്ങനെ ഫയർഫോഴ്സ് സംഘങ്ങൾ സ്ഥലത്തെത്തി. ഏറെക്കുറെ 1:20 തിരച്ചിൽ ആരംഭിച്ചു. ഇപ്പോൾ ഏറെക്കുറെ 2 മണിക്കൂർ സമയം പിന്നിടുകയാണ്. ഇതുവരെയും ആശ്വാസകരമായ യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല. ഫയർഫോഴ്സിൻ്റെ പ്രത്യേക സംഘാംഗങ്ങൾ, സ്കൂബ ഡൈവിംഗ് ടീം അംഗങ്ങളടക്കം സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. കാണാതായ അജ്സൽ സജി പത്തനംതിട്ട നഗരത്തിൽ തന്നെ ചിറ്റൂർ തടത്തിൽ വീട്ടിൽ അജീബ് നസീല ദമ്പതികളുടെ മകനാണ്. മറ്റൊരാൾ കാണാതായ നബീൽ നിസാം എന്ന കുട്ടി മുണ്ടുകോട്ടയ്ക്കൽ കൊന്നമൂട് ഓലിപ്പാട്ട് വീട്ടിൽ നിസാം ഷബ്ന ദമ്പതികളുടെ മകനാണ്. 8 പേരിൽ 2 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇതിനെ തുടർന്ന് ഭയന്ന മറ്റ് 4 കുട്ടികൾ വീട്ടിലേക്ക് ഓടിപ്പോവുകയും അവരെ ബന്ധുക്കളെ വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ പ്രദേശവാസികൾ ആംബുലൻസ് ഒക്കെ കരയിൽ നിർത്തിയിട്ടുണ്ട്. 2 പേർക്കുള്ള തെരച്ചിൽ, ആ പുഴയുടെ സ്വഭാവമൊക്കെ നോക്കുമ്പോൾ ദുഷ്കരമായ ഒരു സാഹചര്യമാണ്, വെല്ലുവിളി നിറഞ്ഞ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. നാട്ടുകാരുടെ പ്രതികരണം കൂടി വരുന്നുണ്ട്. അതിലേക്ക് തടയണ കെട്ടിയതിന് ശേഷം തടയണയിൽ കൂടെ വെള്ളം താഴോട്ട് ഒഴുകുമ്പോൾ ശക്തമായ ഒഴുക്കാണ് വരുന്നത്. അപ്പോൾ അതൊരു അടിയൊഴുക്കായിട്ട് അത് മാറുകയാണ്. അപ്പം ഈ തടയണയിൽ കൂടി അത് മൊത്തം ഈ പായൽ പിടിച്ച് കിടക്കുകയാണ്. അതിൽ കൂടി പോയി കഴിഞ്ഞാൽ ഏത് സമയത്തും തെന്നി താഴെ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീണതാകാനാണ് സാധ്യത. അപ്പം ഈ താഴ്ഭാഗത്ത് വലിയ ആഴമാണ്. അതുകൊണ്ട് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അറിയാൻ കഴിയുമോ? അവരുടെ കുടുംബാംഗങ്ങളെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ പല സംഭവങ്ങളും ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇന്ന് പരീക്ഷയെല്ലാം കഴിഞ്ഞ ശേഷം വന്ന കുട്ടികളാണെന്നാണ് പറയുന്നത്. നല്ല ഒഴുക്കും നല്ല തെന്നലും ഒക്കെ ആ ഭാഗത്തുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ളതായിരിക്കാം. കൂടുതൽ ഈ പ്രദേശവാസികൾക്കാണ് അറിയുന്നത്.